അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ എന്താ രസം, മണം ആണെങ്കിൽ പറയുകയും വേണ്ട. അതന്നെ ഇന്നൊരു പിസയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു സൂപ്പർ പിസ. അതിനായിട്ട് നിങ്ങൾ മാവ് കുഴയ്ക്കുകയോ ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് അടി നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു പിസ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പിസ്സ സോസ് ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. 1 കപ്പ് ടൊമാറ്റോ അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെറുതെ ടൊമാറ്റോ മിക്സിയിലിട്ടിട്ട് അരച്ചതാണ്. ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് സോസ് ഉണ്ടാക്കി നോക്കുന്നത്. ഇതല്ലാതെ ഞാൻ പിസ്സ സോസിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഈ വെള്ളമൊക്കെ പോയി കളറൊക്കെ മാറി നന്നായി കുറുകി വരണം. ഇതിനു മുമ്പ് ഞാൻ വേറൊരു പിസ്സ സോസിന്റെ റെസിപ്പിയും ബ്രെഡ് കൊണ്ടുള്ള പിസ്സയുടെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടോ, ഇതെല്ലാം നല്ലവണ്ണം തിക്കായി തുടങ്ങി. കുറച്ച് ഒറിഗാനോ കൂടി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്സയല്ലേ, അപ്പോൾ ഒറിഗാനോന്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നന്നാവുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഫുൾ വെള്ളം പോകണം, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഇതാ ഫുള്ളായിട്ട് വെള്ളമൊക്കെ പോയിട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/2 ടീസ്പൂൺ നോർമൽ ആയിട്ടുള്ള ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാം കേട്ടോ. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തത്. ആ ടാങ്കിനെസ്സും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ സോസിനെ കുറച്ച് ടാങ്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ടൊമാറ്റോ ഇങ്ങനെ അരച്ചത് കൊണ്ട്. അതൊന്ന് തണുത്തപ്പോൾ പാത്രം മാറ്റി പിന്നെയും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അത് കുറച്ചും കൂടി ക്രീമി ആയിട്ട് നമുക്ക് തേക്കാനുള്ളൊരു പരുവത്തിൽ ആവുള്ളൂ. നിങ്ങൾക്ക് ഇത് സോസ് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ടൊമാറ്റോ സോസോ ചില്ലി സോസോ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം. ഇനി നമ്മൾ ബേസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സൈഡ് കളയുക. സാധാരണ ബ്രെഡ് പീസമാരെയല്ല ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇതൊരു ബ്രെഡ് പീസയാണല്ലോ എന്ന് വിചാരിക്കരുത്. സൈഡൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഞാൻ ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെറുതല്ല, 4 ആക്കിയിട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കാം. ഞാൻ ഇതിലൊരു 4 പീസ് ഇങ്ങനത്തെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കണം. ബാറ്ററിനായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ മൈദയാണ് ഇട്ടിരിക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ ഇടാം. നമുക്കത് മിക്സ് ചെയ്യാനുള്ള അത്ര ഇത് മതി. കുറച്ച് മതിയെങ്കിൽ കുറച്ചിടാം. ഇനി ഒരു 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ഒരുപാട് ഉപ്പ് വേണ്ട. ഈ മാവിന് ആവശ്യത്തിലുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതിനെ കട്ടയില്ലാതെ കുറച്ച് തിന്നായിട്ടുള്ള ബാറ്ററായിട്ട്, ഒരുപാട് തിക്കും ആവരുത് ഒരുപാട് തിന്നുമല്ലാത്ത വിധത്തിൽ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണം. ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ഇല്ല, ബേക്കിംഗ് സോഡ ഇല്ല, ഒന്നുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി നന്നാവുന്നത്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ബാറ്റർ കണ്ടോ, വളരെ തിന്നായിട്ടാണ്, ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് തിന്നല്ല. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ ഇടയ്ക്ക് അത് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെയാണ് ബാറ്റർ വെച്ചിരിക്കുന്നത്. ഒരുപാട് തിന്നല്ല എന്നാൽ ഒരുപാട് തിക്കല്ല, അങ്ങനെ. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് പോവാം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇനി എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുക്കി ആ പീസ് ചെയ്തുള്ള ബ്രെഡിനെ വെച്ച് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാണ് ബ്രെഡിനെ പീസ് ചെയ്തതെന്നല്ലേ? ഇതൊരു കുറച്ച് ഇതിന്റെ ഇടയിലൂടെ നമുക്ക് എയർ കയറി ആവശ്യത്തിന് കുക്കായി കറക്റ്റ് പിസ്സ പോലെ ആവാനായിട്ടാണ് കേട്ടോ. ഇത് ഫില്ലാവുന്ന പോലെ നമ്മൾ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ പാൻ്റെ സൈസിലേക്ക് വരുന്ന പോലെ വെച്ച് കൊടുക്കാം. നമുക്ക് തികയാത്തത് നമ്മൾ ഇതിന്റെ ചെറിയ ചെറിയ പീസസ് വെച്ചിട്ട് സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇത് കഴിച്ചപ്പോൾ ഒറിജിനൽ പിസ്സയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അടിയൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്, എന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, സൈഡൊക്കെ ഞാൻ ഓരോ ബ്രെഡിന്റെ പീസ് വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്.
സാധാരണ ബ്രെഡ് പീസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വെറുതെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് പീസ് കിട്ടുക. ഇത് അങ്ങനെയല്ല കേട്ടോ. ഒറിജിനൽ പിസ്സയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്തു ഞങ്ങൾക്ക്. പിസ്സ സോസ് ഇങ്ങനെയും ഉണ്ടാക്കാം, ഇതല്ലാതെ ടൊമാറ്റോ വേവിച്ചിട്ടുണ്ടാക്കാം. ആ പിസ്സ സോസാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇതിന് ടൊമാറ്റോ സോസൊക്കെ നമുക്ക് മിക്സ് ചെയ്യണം, എന്നാലേ ആ ടാങ്കിനെസ് ഒക്കെ കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. എന്നാലും ഒരു ചേഞ്ച് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. കണ്ടോ, നമ്മുടെ അടിഭാഗം കറക്റ്റായി, നമ്മുടെ ബേസ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം എല്ലാം. ഇനി നമുക്ക് ഈ സോസ് ആണ് തേച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കാനുള്ള വേറൊരു റീസൺ സോസ് ഇത്തിരി കട്ടിയായിരിക്കുകയും കൂടി വേണം എന്നുള്ളതിലാണ്. അപ്പം എല്ലാ സ്ഥലത്തും ശരിക്കായിട്ട് നമ്മൾ പിസ്സയുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സോസ് ബാക്കി വെക്കണം മുകളിൽ ഇടാനായിട്ട് കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും ഈവൻ ആയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് ആവും നമ്മുടെ പിസ്സ. ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ്. ഇനി അപ്പം ഇത് നന്നായിട്ട് സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആണ്. ഞാൻ കുറച്ച് ഒനിയനും ഒരു ഹാഫ് ഇത് കട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തോട്ടുണ്ട്. ഞാൻ ധാരാളം വെജിറ്റബിൾസ് എപ്പോഴും ഇടും കേട്ടോ, അതുകൊണ്ട്. പിന്നെ കുറച്ച് യെല്ലോ കാപ്സിക്കംസ്, ഗ്രീനും റെഡും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമിനെ ഒന്ന് സോട്ട് ചെയ്ത് മഷ്റൂം ഇട്ട് കൊടുക്കാം, ഒലീവ്സ് ഇടാം, അതല്ല പനീർ വേണമെന്നവർക്ക് പനീറും ഒക്കെ ഇടാം, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും ഇടാം. ഇപ്പം ഇതാ നന്നായിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും വെജിറ്റബിൾസ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോനെ നന്നായിട്ടൊന്ന് ഞാൻ കൈകൊണ്ട് തിരുമ്മിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഫ്ലേവർ പെർഫെക്റ്റ് ആയി വരിക. ഇനി പിസ്സ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ചീസി ആയിട്ടുള്ള ഫ്ലേവർ ആണെന്നല്ലേ. അപ്പം ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊരു മൊസറല്ലയുടെ പീസ് ഉണ്ടായിരുന്നു, ഇനി ഞാൻ ഇട്ട് കൊടുത്താണ്. ഇനി നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്ത് നിറയെ ചീസിനൊന്നും ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ക്വാണ്ടിറ്റി ചീസ് ഇട്ട് കൊടുക്കാം. നല്ലൊരു ചീസി ആയിട്ടുള്ള പിസ്സ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡൊക്കെ പൊതുവെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ നിറയെ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഞാൻ ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സോസ് ഇട്ട് കൊടുത്തിരുന്നു. അതിന്റെ വീഡിയോ മിസ്സായതാണ്, അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗ്യാസിനനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അടിയൊക്കെ ഇപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടി അറിയാം കുക്കായിട്ടോ എന്ന്. അങ്ങനെ നമുക്കിതാ നമ്മുടെ പിസ്സ റെഡി. നമുക്കത് വാങ്ങിയെടുക്കാം. നല്ല ഫ്ലേവർ വരണ്ട, ഒറിഗാനോവും ഈ സോസും ഒക്കെ കൂടിയിട്ട്. അപ്പം നമുക്കിതിനെ ഒരു സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമാണ്. നമ്മൾ ബ്രെഡിന്റെ പീസസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ശരിക്ക് ആവിയൊക്കെ കയറി നന്നായി കുക്കായിട്ടുണ്ടാവും കേട്ടോ. അതിൽ ആ ബാറ്ററിന്റെ ഒന്നും ഒരു ടേസ്റ്റും നമുക്ക് വരില്ല. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പിസ്സ എന്ന്. ഇങ്ങനെ പിസ്സ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫാമിലിക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഒരു അടിപൊളി പിസ്സ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നല്ല ഈസി ആയിട്ട് മാവ് കുഴയ്ക്കാനും കൈവേദനിക്കാനും ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പം ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് എടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല അടിഭാഗം നല്ല ക്രിസ്പി, സൈഡൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയി കുക്കായിട്ടുണ്ട്. ആ ഫ്ലേവറും ഒക്കെ കൂടി ഒരു സൂപ്പർ പിസ്സ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ പിസ്സ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.